സ്വർണക്കൊള്ളയിൽ ആകെ നാണം കെട്ട് നാറി നിൽക്കുന്ന പിണറായി സർക്കാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന പുനർജനി വിവാദം ഉണ്ടയില്ലാത്ത വെടിയായി ചീറ്റിപ്പോയി. വി ഡി സതീശനെതിരെ CBI അന്വേഷണം ശുപാർശ ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ടാണ് ചില മാധ്യമങ്ങളിലൂടെ കഴിഞ്ഞ ദിവസം സർക്കാരിന്റെ താല്പര്യപ്രകാരം പുറത്തുവിട്ടത്. എന്നാൽ ഈ CBI അന്വേഷണത്തിലുള്ള ഈ നിർദ്ദേശം, ഈ റെക്കമെൻഡേഷൻ ഏറ്റവും തെറ്റാണെന്നും ഒരു തരത്തിലുള്ള അടിസ്ഥാനവും ഇല്ലാത്തതാണെന്നുമുള്ള വാർത്തകൾ, യാഥാർത്ഥ്യങ്ങൾ പിന്നാലെ തെളിവുകൾ സഹിതം പുറത്തു വന്നു. 8 മാസങ്ങൾക്ക് മുമ്പ് അന്നത്തെ IG ആയിരുന്ന കാർത്തിക് അന്വേഷിച്ച് നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി പുറത്തു വരുന്നത്. ഈ റിപ്പോർട്ട് പ്രകാരം ഈ വിജിലൻസ് ഡയറക്ടർക്ക് കാർത്തിക് IPS നൽകിയ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട സൂചനകൾ ഇതാണ്. 25/8/2025 ഇത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് IPS ഉദ്യോഗസ്ഥൻ നൽകുന്നത്. പുനർജനി ഫണ്ട് കൈകാര്യം ചെയ്തിട്ടുള്ളത് മണപ്പാട് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടനയാണ്. ശ്രീ വി ഡി സതീശൻ ഫണ്ട് കൈകാര്യം ചെയ്തതായി അറിവിലില്ല. അഴിമതി നിരോധന നിയമം സെക്ഷൻ 7, സെക്ഷൻ 7A എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ ശ്രീ വി ഡി സതീശൻ ചെയ്തതായി കണ്ടെത്തിയിട്ടില്ല.